ഒരിക്കൽ ഒരു ഗുരുവര്യന്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഗുരുവേ, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ വില? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ഗുരുനാഥൻ ഒരു തിളങ്ങുന്ന കല്ലെടുത്ത് അയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഒരിക്കലും വിൽക്കരുത്. താങ്കൾ ആ ചന്തയിൽ പോവുക, മാർക്കറ്റിൽ പോവുക, എന്നിട്ട് പലയിടത്ത് ഇതിന്റെ വിലയൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വരിക. ഉടനെ ഈ കല്ല് കിട്ടിയ ആള് ആ കല്ലുകൊണ്ട് ആ മാർക്കറ്റിലേക്ക് യാത്രയായി. ആദ്യം ചെന്നപ്പോൾ തന്നെ ഒരു പച്ചക്കറി കടക്കാരൻ ഇരിക്കുന്നുണ്ട്. കല്ല് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് താങ്കൾ എന്ത് വില കാണുന്നുണ്ട്? പച്ചക്കറി കടക്കാരൻ ഈ കല്ലിലിട്ട് നോക്കി. നല്ല രസമുള്ള ഒരു കല്ല്, നല്ല തിളങ്ങുന്ന ഒരു കല്ല്, നല്ല ഭംഗിയുള്ള ഒരു കല്ല്, നല്ല ആകർഷണീയതയുള്ള ഒരു കല്ല്. ഞാനൊരു 2 കിലോ പച്ചക്കറി സാമ്പാർ കൂട്ട് തരാം, അതിനുള്ള വില ഞാൻ ഇതിന് കാണുന്നു. ഒരെണ്ണം പറഞ്ഞു, ഇതെനിക്ക് വിൽക്കാൻ കഴിയില്ല, ഞാൻ ഇതിന്റെ വിലയൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, താങ്കൾ അത് തിരിച്ചു തന്നേരെ എന്ന് പറഞ്ഞ് അത് വാങ്ങി അടുത്ത ഇതിലോട്ട് പോയി. ഒരു പഴക്കട കണ്ടു. അവിടെ കയറി ചോദിച്ചു, ഇതിന് എന്ത് വില കിട്ടും? ഞാൻ ഇതിനൊരു 2 കിലോ 3 കിലോ പഴം നിങ്ങൾക്ക് തരാം, കല്ല് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ. ചുമ്മാ ഇത് ഭംഗിക്കൊന്ന് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞു, ഇത് വിൽക്കാനല്ല, ഞാൻ ജസ്റ്റ് ഇതിന്റെ വില താങ്കൾക്ക് അറിയാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു തരാൻ പറഞ്ഞ് തിരിച്ചു വാങ്ങി. വേറൊരു കട ചെന്നപ്പോ പറഞ്ഞു, ഇത് ഈ കല്ലുകളുടെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരു കല്ല്, ഒരു സാധാ കല്ല്, ഇതിന് ഒരു വിലയില്ല. ലാസ്റ്റ് ഇദ്ദേഹം ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് പോയി. ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് പോയിട്ട് ഈ കല്ലിന് വില ചോദിച്ചു. ആ സ്വർണ്ണ വ്യാപാരി അടുത്ത് ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഇതിന് 1,00,000 രൂപ നൽകാം. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. ഈ സ്വർണ്ണക്കടയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു രത്നക്കട ഉണ്ടായിരുന്നു, രത്നങ്ങൾ മാത്രം വിൽക്കുന്ന കട. എന്തായാലും ഇവിടം വരെ വന്നാലേ അവിടെ കൂടെ കയറി ചോദിക്കാം. അവിടെ കയറി ചോദിച്ചപ്പോൾ ആ രത്നവ്യാപാരി ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് ലോകത്ത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു രത്നമാണ്, ഞാൻ താങ്കൾക്ക് ഇതിന് താങ്കൾ ചോദിക്കുന്ന വില തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചോ. എന്താണ് നിങ്ങളുടെ ജീവന്റെ വില, ജീവിതത്തിന്റെ വില എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എവിടെയാണോ ഇതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ്, നിങ്ങൾക്ക് ആരാണോ വാല്യൂ നൽകുന്നത് അവിടെയാണ് നിങ്ങളുടെ വില. നിങ്ങളുടെ വില ഒരിക്കലും വില മതിക്കാൻ കഴിയാത്തതാണ്. വില മതിക്കാൻ കഴിയാത്ത, ഭൂമിയിൽ ഒന്നിനും വിലമഴിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സോൾ. ഒന്നിനും. നിങ്ങൾ പാവപ്പെട്ടവനോ പണക്കാരനോ, നിങ്ങൾ അറിവുള്ളവനോ അറിവില്ലാത്തവനോ, അറിവൊന്നും ഇവിടെ ഒരു ഘടകമേ അല്ല. ആത്മജ്ഞാനം, ആത്മചൈതന്യം മാത്രമാണ്